ഇവിടുത്തെ പോലെ പേരെന്താ? സൂചിപ്പാറ. ഹലോ, അടുത്തത് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നത് സൂചിപ്പാറ എന്ന സ്ഥലത്താട്ടോ. ഇപ്പൊ സൂചിപ്പാറയിൽ ആദ്യ ദൃശ്യമാണിത്. ഇബ്രാഹിം ഊഞ്ഞാലാണ് രണ്ടാണ്. അപ്പം നമ്മൾ സൂചിപ്പാറ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സൂചിപ്പാറ കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണമാണ്. അത് കഴിഞ്ഞിട്ട് നോക്കാം. അമ്മ അവിടെ തിരിഞ്ഞ് നോക്കാം. ഓക്കെ, നമ്മുടെ ടിക്കറ്റ് കൗണ്ടറാട്ടെ. സൂചിപ്പാറ ടിക്കറ്റ് കൗണ്ടറാണ്. നമ്മളെല്ലാവരും ഗ്യാങ്ങായി ഇവിടെ എത്തിക്കഴിഞ്ഞു. നമ്മൾ ടിക്കറ്റിന് എന്ന് പറഞ്ഞാൽ ടിക്കറ്റിന് എത്ര? 150 രൂപ. എത്ര? 150 രൂപയാണ് ടിക്കറ്റിന് റേറ്റ് വരുന്നത് കേട്ടോ. ഇവിടെയാണ് പാർക്കിങ്, വണ്ടി പാർക്കിങ് ഇവിടെയാണ്. ബസ്സുകൾ വലിയ ബസ്സുകൾ എല്ലാം ഉണ്ട് അല്ലേ? അങ്ങോട്ട് കയറ്റിയാൽ മതി ബസ്. ഇവിടെ ബസ്സിൽ പാർക്കിങ് ഇവിടെ എത്തിയാൽ മതി ബസ്. ഇതാണ് പാർക്കിങ്. ചെറിയ ചെറിയ പാർക്കിംഗ് ആണ്. ബസ്സിൽ കയറ്റാൻ കഴിയും കേട്ടോ. നമ്മുടെ ഗ്യാങ് ആണിത്. നമ്മുടെ ഗ്യാങ് റെഡി ആയിരിക്കുകയാണ്, കുളിക്കാൻ റെഡി ആയിരിക്കുകയാണ്. ഞാനാരാ കാത്തിക്കണേ? ഞാൻ പറഞ്ഞേ, ആരാ കാത്തിക്കണേ? സൂചിപ്പാറയില് കുളിക്കാൻ ഇറങ്ങാൻ റെഡി ആയിരിക്കുന്ന ചെക്കന്മാരാട്ടത്. ചലോ ചലോ വായക്ക. എന്താ അഭിപ്രായം? അയ്യ വാങ്ങാൻ പോണതാ, അവര് പോണതാ. ഞാൻ എടുത്തുന്നല്ലോ പറഞ്ഞു. ഓക്കെ വാങ്ങിന് ഉണ്ണിക്കുട്ടൻ വാങ്ങി. ഇതിനുള്ളിലത്തെ നിബന്ധനകളാട്ടോ അതൊക്കെ. ഒരു ദിവസം 500 പേർക്ക് മാത്രമേ പ്രവേശിക്കാൻ അനുവാദമുള്ളൂ. സഞ്ചാരികൾ വനത്തിനുള്ളിൽ ലഹരി വസ്തുക്കൾ, ഭക്ഷണ വസ്തുക്കൾ, ഇതിന് ഇവിടുത്തെ നിബന്ധനകളാട്ടത്. കേരള കെട്ടി മുറിച്ച് കൊടുക്കേണ്ടത്. നമ്മളെ സൂചിപ്പാറ ടിക്കറ്റ് എടുത്ത് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് കാണിച്ചു കൊടുത്ത് ഉള്ളിൽ കയറിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് 1 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് 1 കിലോമീറ്റർ നടക്കണം. ഏതായാലും ഇപ്പോൾ നമ്മളപ്പുറമുള്ളവരെല്ലാവരും ഫസ്റ്റായിട്ട് വരുന്നവരാ സൂചിപ്പാറക്ക്. നോക്കാടെ പോയിട്ട് എന്താ പാട് എന്നൊക്കെ ഇപ്പോൾ കാണിച്ചു തരാം. ഇല്ല, വിട്ടില്ല. വിടാൻ ഇത് നെറ്റാണ്. നെറ്റ് വൈഫൈ ആണോ? നല്ല രസമായ പ്ലേസുകളാട്ടോ. നല്ല അല്ല അല്ല കൂടിയും കഴിഞ്ഞു ഉള്ളില്. എന്താ എടുത്ത അഭിപ്രായം എടുത്ത? നമ്മൾ എടവണ്ണപ്പാറ എളമ റോഡ് ഓട്ടോ കൂട്ടായ്മ നടത്തുന്ന ഒരു ടൂർ പ്രോഗ്രാം ആട്ടത്. ഇതിൽ നമ്മൾ ആദ്യം എടക്കൽ ഗുഹ പോയി, അവിടുന്ന് പോയി വന്ന് ഇപ്പം തന്നെ സൂചിപ്പാറ അല്ലേ, സൂചിപ്പാറ പിന്നെ വാട്ടർഫോൾസിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഭക്ഷണം ഇത് കഴിഞ്ഞിട്ട് കഴിക്കാൻ വിചാരിച്ചിരിക്കുകയാണ്. അപ്പം ഏതായാലും എല്ലാവരും അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നല്ല അടിപൊളി പ്ലേസാണ്. ഇവിടെ റെസ്റ്റ് എടുക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ. റെസ്റ്റ് എടുക്കണോ അവിടുന്ന്? ഉണ്ടല്ലോ ഇത് ഞമ്മക്ക് ഇങ്ങോട്ട് തിരിച്ച് കയറാനുള്ള കേട്ടോ. എന്റെ അമ്മോ, പിന്നെ 150 റുപ്യാണ് ടിക്കറ്റ്. 150 കൊടുത്തത് ഇങ്ങോട്ട് വരണ്ട കേട്ടോ. നമ്മള് ഇപ്പൊ വെള്ളം ചെയ്യാൻ എന്താ അറിയില്ല, പോയി നോക്കട്ടെ. കുറച്ച് നടക്കാണ്ട് ഇങ്ങോട്ട് ഒരുപാട് നടന്ന് ഏതായാലും ഇവിടെ എത്തിയതായാലും. എന്താ നിങ്ങളെ അഭിപ്രായം എന്താ? ഇപ്പൊ ഈ നടന്നതിൽ നിങ്ങളെ അഭിപ്രായം എന്താ?
ഉഷാറാ ആ അത് പറയാം എൻ്റെ അമ്മോ ഇതേ സംഭവം ആ അതിനാണ് ചെങ്ങാർക്ക് വയ്യൊക്കെ ഒന്ന് ഷോർട്ടാക്കി ഇടുകയല്ലേ ഇങ്ങനെ ഇങ്ങനെ കുറിക്കാട്ട് അല്ലേ എൻ്റെ നമ്മൾ സ്ഥലത്തിക്കഴിഞ്ഞു വെള്ളം ചാണ്ട സൗണ്ടുകൾ കേൾക്കില്ല ഉണ്ടെങ്കിൽ അതിലിങ്ങനെ പോണം കറങ്ങി പോണം കടുവുള്ള സ്ഥലമാണെന്നാ പറഞ്ഞത് എവിടെ കടുവ കടുവൊന്നുണ്ടോ വെള്ളം വരുന്നതാണോ വണ്ടി ഓക്കെ ആ റെഡി സൂചിപ്പാറ കയറി ഇറങ്ങി പോന്ന് വന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ സൂചിപ്പാറൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ 150 ഉറുപ്പ്യാണ് ബില്ല്. 1.5 കിലോമീറ്ററും 200 മീറ്ററും നടക്കാണ്ട് ഇവിടുന്ന് അങ്ങോട്ട്. എന്താണ് മുമ്പൊക്കെ 30 ഉറുപ്പ്യാണ് ടിക്കറ്റ് അല്ലേ? ആ കാണാട്ടൊന്നും ഇപ്പം വെള്ളം കുറഞ്ഞതിൻ്റെ ആയിട്ട് ആയിരിക്കും വലിയ രസം. ലത്തീഫ് ബായി ആണ് നമ്മളെ ചോറ് കുത്തുന്നത്. മാഷാ അല്ലാ അതാ മസാല ഒന്ന് മിക്സ് ചെയ്തിട്ടോ. അതാണ് പള്ള അപ്പം തന്നെ ക്രുറുണ്ട്. ഒന്ന് ശരിക്കും ഉടക്കി ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ റെഡി ആയിരിക്കുകയാണ്. ചോറ് വിളമ്പൽ തുടങ്ങിട്ടോ. ചോറ് വിളമ്പൽ തുടങ്ങി. നമ്മളെ ഇബ്രാഹിം ലത്തീഫുമാണ് ഇതിൻ്റെ ആള്. ഇതാ ഇവിടെ ഒരുത്തൻ കൈക്കൽ തുടങ്ങി. അച്ചാർ എന്തായാലും വേണ്ടേ? കിട്ടിയോ? സാധനം കിട്ടിയോ? ഏയ് ഗ്ലാമർ കുടിക്കണം. നമ്മളെ ചങ്കകൾ ചോറ് തിന്നുന്ന രംഗം കണ്ടോളി. ഇല്ല ഞാൻ വീഡിയോ എടുക്കാൻ പറയൂ ചങ്ങായി. ഇവിടെ പുറം മാത്രം കണ്ടിരിക്കുന്ന ഒരാളാണ്. ആളെ മുഖം കാണില്ല. നാസറൊക്കെ കണ്ടോളി. അപ്പൊ എനിക്ക് ചോറ് നിക്ക് ഞാൻ നിക്ക്